ബാൽക്കണിയിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ തോന്നി, ഇങ്ങനെ ചന്ദ്രനും ഭൂമിയും നമ്മളിങ്ങനെ സംസാരിക്കുക, എന്തായിരിക്കാം സംസാരിച്ചത്, ആ ഒരു തോട്ടിൽ നിന്ന് ഉണ്ടായതാണിത്. ഭയങ്കര പൊങ്ങച്ചായിട്ട് പറയണല്ലെന്ന് എനിക്ക് എന്നെ എക്സ്പ്ലോർ ചെയ്യണത് തന്നെ ഞാൻ പറയണത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. എനിക്കിതൊക്കെ സംഭവിക്കേണ്ടതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോഴും അത് ചേഞ്ച് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് സെക്കൻഡ് സ്റ്റാൻസ്. അനുരാഗ് വായിച്ച ഏകദേശം അതേ സ്ട്രക്ചറിൽ പുള്ളി ഒരു രക്ഷയില്ലാണ്ട് വായിച്ചു. അത് എല്ലാം ഇങ്ങനെ നമ്മുടെ ആഗ്രഹം പോലെ എല്ലാം ഇങ്ങനെ യൂണിവേഴ്സ് ഇങ്ങനെ എല്ലാത്തിനും നിൽക്കുമെന്ന് അറിയില്ല, ആരെല്ലാം ഇങ്ങനെ തനിയെ വന്ന് വീണതല്ല. അങ്ങനെ എല്ലാം കൂടി ചേർന്ന് അതൊരു എനിക്ക് ഭയങ്കര പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം ചെയ്തൊരു വർക്കാണ് ഞാൻ. അങ്ങനെ അവസാനം സുദീപ് തന്നെ എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു. അപ്പം അത് സിസ്റ്റർഹുഡിനെ പറ്റി തന്നെ അങ്ങനെ വന്നൊരു കഥ. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തുകൊണ്ട് നിനക്ക് തന്നെ അഭിനയിച്ചൂടാ? കാരണം നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് അത്രയും കുറവേ ഉള്ളൂ, ഞാൻ തന്നെ വേണം എല്ലാം ഇറക്കാൻ. അപ്പോൾ തെലുഗു ലാംഗ്വേജിന് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അവിടെ ലിറിസിസ്റ്റും എനിക്ക് പറഞ്ഞു തന്നു. നമ്മൾ മലയാളത്തിൽ എഴുതിയെടുക്കൂല. അപ്പൊ നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മളുടെ ഇവിടെ നമ്മൾ മറ്റേ മലയാളം നമ്മൾ ഭയങ്കര കൊളോക്കിയലി സംസാരിക്കണ പോലെ അല്ല തെലുഗുല്. അത് ഭയങ്കര സ്ഫുടമായിരിക്കും അവരുടെ ഉച്ചാരണം. അപ്പം കുറച്ചങ്ങനെ ഉള്ളത് കാരണം നമ്മൾ കുറച്ച് എഫേർട്ട് ഇടുമല്ലോ. പിന്നെ അങ്ങനെ എഫേർട്ട് ഇട്ട് അങ്ങനെ ഞാൻ പാടി. ലാംഗ്വേജ് പ്രൊനൗൺസിയേഷനോ എനിക്ക് എപ്പോഴും തെലുഗു എപ്പോഴും നല്ല കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തെലുഗു സംസാരിക്കാനോ എഴുതാനോ വായിക്കാനോ അറിയില്ല. അതിന്റെ ഫീലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അത് പഠിച്ചെടുത്തു അല്ലേ? അങ്ങനെ തന്നെയാ എപ്പോഴും ചെയ്യുക. എന്നുവെച്ചാ ഫീലിങ്സ് തമ്മിൽ ഡിഫറൻസ് വല്ലതും ഉണ്ടാവാറുണ്ടോ? മലയാളം പാടുമ്പോഴോ അതേപോലെ പാടുമ്പോ? അതുപോലെയൊക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ബേസിക് ഒരു സീൻ ഇതായിരിക്കും എന്ന് പറഞ്ഞിരുന്നു, അർത്ഥം വെച്ചിട്ടല്ല, ഇതാണ് സിറ്റുവേഷൻ. മലയാളത്തിൽ നമ്മൾ ഒരു ഫീലിംഗ്, ഫോർ എക്സാമ്പിൾ കുറച്ച് സങ്കടത്തിലുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ എക്സ്ട്രീം ആണല്ലോ. പറഞ്ഞുതരും അവന് ഇന്ന സ്ഥലത്ത് സങ്കടമാണ് അപ്പൊ പാടണം, അതുപോലെ പറഞ്ഞുതരും അവര്. വേറെ ഞാൻ ഗോപിചേട്ടന്റെ ഒരു തെലുഗു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, സൈലൻസ് എന്ന് പറഞ്ഞ മൂവിയിൽ. നിശബ്ദം, മലയാളത്തിലും നിശബ്ദം, സൈലൻസ് എന്നാ തോന്നുന്നു തെലുഗു പേര്. അതിനകത്തൊരു പാട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര സങ്കടം പാട്ടാണ്. അപ്പൊ അത് ഇതുപോലെയായിരുന്നു, സിറ്റുവേഷൻ എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ ആ ഫുൾ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ പാടിയേ, അർത്ഥം വെച്ചിട്ടല്ല പാടിയ. അർത്ഥം വെച്ചാൽ ഇപ്പോഴും എനിക്കറിയില്ല എന്താ പാടിയത്. സിറ്റുവേഷൻ ഇതാണെന്ന് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ പാടിയത്. അപ്പൊ അത് ഫുൾ ഒരു സങ്കടം പാട്ട് നമ്മള് പാടുമ്പോൾ അങ്ങനെ വരും. പിന്നെ ട്യൂൺ ഓൾറെഡി അങ്ങനെ ആയിരിക്കൂലോ, കുറച്ചൊരു അങ്ങനത്തെ. അപ്പൊ അങ്ങനെ പാടിയതാണ്. ലാംഗ്വേജസിൽ അത്ര വലിയ പിടിയൊന്നുമില്ല, പാടാനറിയാം. അതേപോലെ തെലുഗു കഴിഞ്ഞിട്ട് കന്നഡ സോങ് നീ മായ നിഴൽ. അത് നീ മായ നിഴൽ തമിഴാന്ന് തോന്നുന്നു. അതൊരു മൾട്ടി ലിംഗ്വൽ പടമായിരുന്നു. ഹായ് നന്ന എന്ന് പറഞ്ഞ് ഹിഷാമിന്റെ മ്യൂസിക്. തെലുഗു ഒഴിച്ച് ബാക്കി തമിഴ്, കന്നഡ ആൻഡ് മലയാളം ഞാനാ പാടിയത്. അത് വിനീതേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാൻ അതെ, കൂടെ പാടാനും പറ്റി. അത് ഭയങ്കര ഒരു അതെ. അപ്പം എന്താണ് നീ മായനിഴൽ തമിഴ്, അതിന്റെ കന്നഡ എന്തായിരുന്നു ഞാൻ മറന്നുപോയി. നാനി എന്ന് പറഞ്ഞ ആക്ടറിന്റെ, മൃണാൽ താക്കൂർ. കന്നഡ സോങ്ങിന്റെ നമുക്കൊരു 2 വരി. എനിക്ക് ലിറിക്സ് അത്ര കറക്റ്റ് ആയിട്ടറിയില്ല, ഒപ്പിച്ച് പാടാം. ഈ ജീവവനി നീ വ്യാപിಸಿದೆ ಸ್ವಾಗತಿಸಿನ ಕಣ್ತೆರದೆ ನೀ ಕಾಣಿಸದೆ വാസ്തവ കൺകെടിസി. വിനീതേട്ടനും ഞാനും കൂടിയാണ് ഈ പോർഷൻ പാടിയേക്കണേ. നിങ്ങള് റെക്കോർഡിങ്സും അല്ലല്ല, വിനീതേട്ടനെ കണ്ടിട്ടില്ല, സെപ്പറേറ്റ് ആയിട്ട് എടുത്തത്. അതേപോലെ ഈ എന്താ പറയാ, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അന്നത്തെ ഒരു സത്യം പറഞ്ഞാൽ എന്റെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് അൺബ്രേക്ക് മൈ ഹാർട്ട്, ടോണി ബ്രാക്സന്റെ. വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ആണ്. എക്സ്പ്ലോർ ചെയ്യുന്ന ഞാൻ ആ പാട്ട് കേട്ടപ്പോ ഇത് അടിപൊളിയായിട്ട് പാടിയിട്ടല്ലോ. വെസ്റ്റേൺ നോക്കിയിട്ടുണ്ടോ? ആക്ച്വലി ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ
മേ ബി പണ്ട് മുതൽ കേൾക്കണതാണ്, എനിക്കറിയില്ല എന്താണ് അതിന്റെ പുറകെ ഗുട്ടൻസ് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ഞാൻ വെറുതെ കയറി, ഞാനല്ല എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടി ചേർന്ന് എനിക്ക് വെസ്റ്റേണില് സോളോ വെറുതെ എൻ്റെ പേര് കൊടുത്തു. എന്നിട്ട് ഏതോ ഒരു പാട്ട് ഞാൻ പാടിയതെന്ന് എനിക്ക് എന്നെ ഓർമ്മയില്ല. എനിക്ക് ഫസ്റ്റ് കിട്ടി. കർണാട്ടിക് മ്യൂസീഷ്യൻ ആയ ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കാൻ എനിക്ക് ഫസ്റ്റേണൊന്നും ഫസ്റ്റ് കിട്ടിയില്ല. ഇതിന് ഫസ്റ്റ് കിട്ടി വെസ്റ്റേൺ. അന്ന് മുതലേ എനിക്ക് വെസ്റ്റേൺ ഭയങ്കര പഠിക്കണം തോന്നിയിട്ട് ഉണ്ടോ? അങ്ങനില്ല, എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതലും. എനിക്ക് ഇപ്പോഴത്തെ പാട്ടുകളെക്കാളും കൂടുതലൊരു ലയണൽ റിച്ചി, മൈക്കിൾ ജാക്സൺ, സെലീൻ ഡിയോൺ അല്ലെങ്കിൽ 70s 80s അങ്ങനത്തെ പാട്ടുകൾ കുറച്ചധികം ഇഷ്ടമാണ്. ഞാൻ പെട്ടെന്ന് അൺബ്രേക്ക് മൈ ഹാർട്ട് എന്റെ ഫേവറേറ്റ്, ഇതിപ്പോ എനിക്കത് എന്തായാലും കേൾക്കണ ഒരു ഫോൺ. Don't leave me in those pain. Don't leave me out in the rain. Come back and bring back my smile. Come and take these tears away. I need your arms to hold me now. Nights are so unkind. Bring back the nights when you have you beside me. One break my heart. Say you love me again. Undo this hurt you caused when you walked out the door and walked out of my life. Uncry these tears I cry so many nights. Unbreak my heart, my heart. അയ്യോ, ഇത് ഭയങ്കര ഒരു ഫീലുള്ള പാട്ട്. എസ്പെഷ്യലി ആ ലാസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ഒക്കെ ആവും തനിയെ. എന്ന് വെച്ചാൽ ആ പാട്ട് ഓരോ സ്റ്റാൻസും ഇങ്ങനെ ഓരോ ഇത് കൂടി കൂടി വരും. അപ്പത്തന്നെയും ബ്രേക്ക് ആവും. അവര് പാടി വെച്ചേക്കണത് അത് ഒരു രക്ഷയില്ല. അപ്പൊ അതെനിക്ക് ഭയങ്കര താങ്ക് യു ഫോർ ദാറ്റ് സോങ്. ഇനി നമുക്ക് ഇപ്പം സിംഗിങ് എല്ലാം കഴിഞ്ഞു, ഇനി നമുക്ക് കമ്പോസിങ്ങിലോട്ട് വരാം. അത് എവിടെ നിന്നായിരുന്നു ആ തുടക്കം? എനിക്ക് കമ്പോസ് ചെയ്യാൻ കഴിവുണ്ടെന്ന് എനിക്ക് എല്ലാം കഴിവില്ല എന്ന് പറയും, പക്ഷെ എന്താ പറയുക, ഇതൊക്കെ നാച്ചുറലി സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടാ. ഞാൻ എന്നെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഓരോ ദിവസം ഞാൻ എന്നെ തന്നെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുക. കാരണം ഞാൻ വരയ്ക്കുമെന്ന്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം വരയ്ക്കുമെന്ന് ഞാനൊരു 2 വർഷം മുമ്പ് കണ്ടുപിടിച്ചു. പണ്ടല്ല വരയ്ക്കുമായിരുന്നു, പക്ഷെ വലിയൊരു ബ്രേക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെ നമ്മളെല്ലാം നോക്കി വരയ്ക്കും. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് നോക്കി വരയ്ക്കാനേ കഴിവുള്ളൂ, പക്ഷെ ഇതൊക്കെ ഉള്ളിലുണ്ട് എന്നുള്ളത് 2 വർഷം മുമ്പ് ഞാൻ എക്സ്പ്ലോർ ചെയ്തത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പടം വരച്ചു, ഫ്രെയിമൊക്കെ ചെയ്തു. അപ്പൊ അതുപോലെ തന്നെയാണ് എനിക്ക് കമ്പോസിങ്ങും. ഇത്രയും കാലം പാട്ട് പഠിച്ചിട്ട് ഞാൻ ചോദിച്ചു കമ്പോസിങ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, എനിക്കറിയില്ല, ഇപ്പോഴും എനിക്കറിയില്ല. ദിസ് ഓൾ എന്താ പറയുക, നാച്ചുറലി സംഭവിക്കണതാണ്. നമുക്ക് അപ്പോഴത്തെ ഒരു മൂഡ്, ഫീല് ഒക്കെ വെച്ചിട്ടാണ് അത് സംഭവിക്കണത്. അപ്പം അങ്ങനെ സംഭവിച്ചൊരു പാട്ടാണിത്. കാരണം ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കുമ്പം ഒരു ദിവസം ക്ലാസ്സിൽ പോയപ്പം സാറ് തിലക് ആമോദ് രാഗാണ് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഹോംവർക്ക് ചെയ്യുമല്ലോ വീട്ടിൽ പോയിട്ട്, പിറ്റേ ദിവസം നമ്മൾ പൊളിക്കണം ക്ലാസ്സിൽ പോയിട്ട് പാടിച്ച്. അതെ, അപ്പൊ വീട്ടിൽ പോയിട്ട് ഹോംവർക്കാണ് ഫുൾ. പഴയ ഉസ്താദ്മാരൊക്കെ തിലക് ആമോദ് പാടാൻ. അപ്പൊ ഞാൻ എല്ലാരെയും കടത്തി ഉറക്കി, എന്റെ 2 മക്കളെയും എല്ലാരെയും കടത്തി ഉറക്കി സാധാരണായിട്ട് പാട്ട് കേൾക്കുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ബാൽക്കണിയിൽ ഇരുന്ന് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് തോന്നിയൊരു തോട്ടാണ് എനിക്ക്, എൻ്റെ പൊട്ടത്തരം വട്ട് എന്നൊക്കെ പറയാം. ബാൽക്കണിയിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ തോന്നി, ഇങ്ങനെ ചന്ദ്രനും ഭൂമിയും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുക, എന്തായിരിക്കാം സംസാരിച്ചത്, ആ ഒരു തോട്ടിൽ നിന്ന് ഉണ്ടായതാണിത്. അപ്പം തിലക് ആമോദ് അഗൈൻ രാത്രി കേൾക്കണ രാഗം, അതിനൊരു ടൈം ഫ്രെയിം ഒക്കെ ഉണ്ട്. അപ്പം അതിൽ കേൾക്കണതാകുമ്പം
എന്തായിരിക്കാം സംസാരിച്ചത്. അപ്പം ഞാൻ എൻ്റെ ഇങ്ങനത്തെ പൊട്ട തോട്ട്സൊക്കെ എൻ്റെ ചേച്ചിയോടെ പോയി പറയാം. അപ്പൊ ചേച്ചി പറഞ്ഞു നമുക്കിങ്ങനെ സിസ്റ്റേഴ്സ് സംസാരിക്കുന്നതാക്കാം, മെയിൻ സിസ്റ്റർഹുഡ്. കാരണം നമ്മൾ ചന്ദ്രനെ പറ്റി എപ്പോഴും എഴുതുവാണെങ്കിലും ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു മെയിൽ പെർസ്പെക്റ്റീവിലാണ് എല്ലാവരും ചിന്തിക്കുന്നത്. നമ്മുടെ ഫീമെയിൽ ബോഡിയായിട്ട് ഒത്തിരി കണക്ട് ചെയ്തിട്ടുള്ളതാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ഇപ്പം ചന്ദ്രിക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഓരോ സൈക്കിൾസിനും ചന്ദ്രൻ്റെ ആയിട്ട് ബന്ധമുണ്ടെന്ന് ഇങ്ങനെ പറയാറുണ്ട്, സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. ചേച്ചി പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് സിസ്റ്റർഹുഡിനെ പറ്റി എഴുതിക്കൂടാ. അങ്ങനെയാണ് എന്നാൽ പിന്നെ ചേച്ചി എന്നെ എഴുതിക്കോന്ന് പറഞ്ഞ് ചേച്ചിയുടെ അടുത്ത് എഴുതാൻ കൊടുത്തത്. എന്നിട്ട് ഞാൻ ആ ലിറിക്സും കൊണ്ട് ഒരു 1.5 വർഷം ഞാൻ വെറുതെ ചേച്ചി എഴുതി തന്നതല്ലേ പാവം എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ തോന്നി കമ്പോസ് ചെയ്തേക്കാം. അഗെയിൻ രഞ്ജിത്തേട്ടൻ കംസ് ഇൻ പിക്ചർ. രഞ്ജിത്തേട്ടൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ടെൻ്റെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇതെന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. മറ്റേ കുരങ്ങൻ്റെ ഒരു പൂമാല കിട്ടിയ അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോഴത്തെ നീ കമ്പോസ് ചെയ്ത് നോക്കുക പറഞ്ഞു. അപ്പം ഞാൻ ഫസ്റ്റ് 2 വരി ആയിട്ടുണ്ട്, ബാക്കി എനിക്കറിയില്ല എന്താ ചെയ്യണ്ടേന്ന്. പിന്നെ ഫസ്റ്റ് 2 വരി പാടിക്കൊടുത്തു. രഞ്ജിത്തേട്ടൻ ഉടനെ ഹാർമോണിയം വെച്ചവിടെ എൻ്റെ അടുത്ത് ആദ്യം പുസ്തകത്തിൽ എല്ലാം പിന്നെ വരയിട്ട് മീറ്റർ വെച്ചിട്ട് എഴുതാൻ പറഞ്ഞു, ഏത് അക്ഷരം ഏത് മീറ്ററിൽ അങ്ങനെ എഴുതാൻ പറഞ്ഞു എന്നോട്. ആദ്യത്തെ ഹോംവർക്ക് അതായിരുന്നു, വലിയ പുസ്തകം എടുത്ത് നമ്മൾ എഴുതി പാട്ട് കമ്പോസിങ് ചെയ്യാൻ പഠിപ്പിക്കണം കേട്ടോ. ഓക്കെ എഴുതി. എന്നിട്ട് എൻ്റെ അടുത്ത് ഇനി പാടി നോക്ക്, ഇത് വായിച്ചു നോക്കുക. ഇപ്പം കാത്തിരുന്നു പകൽ മായുവാൻ, അപ്പം ആ മീറ്ററിൽ വന്നു. അപ്പം അങ്ങനെ മീറ്ററിൽ അങ്ങനെ പാടി. അങ്ങനെ അവിടെ ഇരുന്നിട്ടും എനിക്കൊന്നും വരുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് വീട്ടിൽ പോയി ആലോചിച്ച് നോക്കാം, എന്നിട്ട് പാടാം, അല്ല എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അതിന് 2 ദിവസം കഴിഞ്ഞപ്പം വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ എവിടെ നിന്നാ വന്നേ. സെക്കൻഡ് സ്റ്റാൻസ് വെറുതെ ഞാൻ പാടി, വെറുതെ ഒറ്റ പ്രാവശ്യം ഞാൻ പാടിയിട്ടുള്ളൂ. അത് എവിടെന്നാ വന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇത് ഭയങ്കര പൊങ്ങച്ചായിട്ട് പറയണം, അല്ലെന്ന് എനിക്ക് എന്നെ എക്സ്പ്ലോർ ചെയ്യണത് തന്നെ ഞാൻ പറയണത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. എനിക്കിതൊക്കെ സംഭവിക്കേണ്ടതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോഴും അത് ചേഞ്ച് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് സെക്കൻഡ് സ്റ്റാൻസ്. അപ്പം ഞാൻ രഞ്ജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സെക്കൻഡ് സ്റ്റാൻസ് ഫുൾ കിട്ടി. അപ്പം എൻ്റെ അടുത്ത് നന്നായിട്ടുണ്ടല്ലോ, നീ ബാക്കി ചെയ്തോ തന്നെ ഇങ്ങനെ എനിക്ക് പണി തന്നു. അപ്പം ഞാൻ ഫുൾ പാട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അനുരാഗ് പ്രൊഡക്ഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് ഫുൾ ചെയ്ത അനുരാഗിൻ്റെ അടുത്ത് ഇങ്ങനെ പാട്ട് കൊടുത്തിട്ട് പറഞ്ഞു എനിക്കതൊന്ന് ചെയ്തു തരുമോ ചോദിച്ചപ്പം. അപ്പോൾ അവനും പറഞ്ഞു ചേച്ചി കുറേ നാൾ കൂടിയിട്ടാണ് ഇത്ര സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഫോർമാറ്റിലൊരു പാട്ട് എനിക്ക് കിട്ടുന്നത്, പ്രൊഡക്ഷൻ ചെയ്യാൻ എന്തായാലും ചെയ്തു തരാം. പിന്നെ അവൻ ചെയ്തു. പിന്നെ അവൻ തന്നെയാണ് ഫുൾ അറേഞ്ച് ചെയ്തത്. അപ്പം ഋതു ആണ് അതിനകത്ത് വന്ന് വയലിൻ വായിച്ച്. അപ്പം അല്ല സ്ട്രിങ്സ്, അപ്പോൾ സ്ട്രിങ്സ് ഫുൾ ഋതു എടുത്തു ലൈവ്. പിന്നെ ഇതിനകത്ത് ഒരു സരോദിന്റെ പോർഷൻ ഉണ്ട്. അപ്പം ഇത് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം അനുരാഗ് ഓൾറെഡി അത് അടിപൊളിയായിട്ട് ഗിറ്റാറിൽ ലീഡ് ഗിറ്റാർ വായിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതന്നെ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞില്ലേ ചേച്ചി ഒരു എത്തനിക് ഇൻസ്ട്രുമെന്റ് വേണം, എന്നാലേ പാട്ടിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ എത്തനിക് ഇൻസ്ട്രുമെന്റിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അപ്പം അവൻ്റെ അടുത്ത് ചോദിച്ചപ്പം പറഞ്ഞു ഇങ്ങനെ പുള്ളിയുടെ ഫ്രണ്ട് പ്രാഷിക് ബോവർക്കർ എന്ന് പറഞ്ഞിട്ട്, പുള്ളി ഓസ്ട്രേലിയയിലാണ്. പുള്ളിക്ക് അവിടെ സ്റ്റുഡിയോ ഉണ്ട്, നീ ട്രാക്ക് അയച്ചു കൊടുത്താൽ മതി വായിച്ചു തരും എന്ന് പറഞ്ഞു. പുള്ളിക്ക് അയച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കും ഭയങ്കര ഇഷ്ടമായി പാട്ട്. അപ്പം അനുരാഗ് വായിച്ച ഏകദേശം അതേ സ്ട്രക്ചറിൽ പുള്ളി ഒരു രക്ഷയില്ലാണ്ട് വായിച്ചു തന്നു. അത് എല്ലാം ഇങ്ങനെ നമ്മുടെ ആഗ്രഹം പോലെ എല്ലാം ഇങ്ങനെ യൂണിവേഴ്സ് ഇങ്ങനെ എല്ലാത്തിനും നിൽക്കുമെന്ന് അറിയില്ല, അതിൽ ഇങ്ങനെ തനിയെ വന്ന് വീണതല്ല. അങ്ങനെ എല്ലാം കൂടി ചേർന്ന് അതൊരു എനിക്ക് ഭയങ്കര പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം ചെയ്തൊരു വർക്കാണ് ഞാൻ. അതിൻ്റെ ഇപ്പോഴും യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പം എന്നെ മാനേജ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു അത് എനിക്ക് ബൂസ്റ്റ് ചെയ്യണ്ട, അതിൻ്റെ നോർമലായിട്ട് ഓർഗാനിക്കായിട്ട് അത് ഗ്രോ ചെയ്താൽ മതി, അത്രയും ഗ്രോ ചെയ്താൽ മതി. ഞാൻ അതിനകത്ത് ഒന്നും പ്രതിഫലമായിട്ടോ അല്ലെങ്കിൽ ആരുടെയും കോംപ്ലിമെന്റ്സിനോ ഒന്നുമല്ല ഞാൻ ആ പാട്ട് അപ്ലോഡ് ചെയ്തേക്കുന്നത്. പ്യുവർലി ഔട്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. കാരണം കുറേ നല്ല ആൾക്കാർ, കുറേ നല്ല മ്യൂസീഷ്യൻസ് വർക്ക് ചെയ്തു. എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്തു. അതെ, അങ്ങനെ കുറേ പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉള്ളൊരു വർക്കാണ്. അപ്പൊ അതില് വിഷ്വൽസ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് തോന്നിയപ്പോഴാണ്? അയ്യോ, ആക്ച്വലി ഈ പാട്ട് കമ്പോസ് ചെയ്ത് 1.5 വർഷം എൻ്റെ കയ്യിലിരുന്നു. അപ്പം 3 വർഷം എടുത്ത് പാട്ട് പുറത്തിറങ്ങാൻ.
അപ്പൊ ഞാനിത് സുദീപിന്റെ അടുത്ത്, സുദീപ് പലനാട്, സുദീപ് നമ്മള് ബാൻഡ് മെമ്പേഴ്സ് ആയതുകൊണ്ട് എല്ലാം ഷെയർ ചെയ്യും നമ്മള്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പാട്ട് ഇങ്ങനെ. അപ്പൊ അവനും എൻ്റെ അടുത്ത് പറഞ്ഞു, ഭദ്ര ഇത് നല്ല പാട്ടാ, നീ ഇത് ഇറക്കിയിട്ട് വേണം എൻ്റെ കൊച്ചിനെ എനിക്ക് പാടി ഉറക്കാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര ശരി ഇത്ര നല്ല പാട്ടൊക്കെ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷെ നീ ഇത് വീഡിയോ ചെയ്ത് കോളമാകരുത്. ഞാൻ പറഞ്ഞു ഇല്ല. എന്നിട്ട് ഞാൻ കുറെ പേരുടെ അടുത്ത് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുത്തു. ഓരോ സ്റ്റോറി ഞാൻ കേട്ടിട്ട് തകർന്നു പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര നെഗറ്റീവായിട്ടുള്ള സബ്ജക്റ്റ് വേണ്ട, എനിക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള സാധനം വേണം. അങ്ങനെ അവസാനം സുദീപ് തന്നെ എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു. അപ്പം അത് സിസ്റ്റർഹുഡിനെ പറ്റി തന്നെ അങ്ങനെ വന്നൊരു കഥ. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തുകൊണ്ട് നിനക്ക് തന്നെ അഭിനയിച്ചൂടാ? കാരണം നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് അത്രയും കുറവേ ഉള്ളൂ, ഞാൻ തന്നെ വേണം എല്ലാം ഇറക്കാൻ. പിന്നെ ശരി എന്താ ഞാൻ തന്നെ ഒരു കൈ നോക്കാം. ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കില്ല, പാട്ട് പാടാം. പിന്നെ എന്താന്ന് വെച്ചാൽ അതിനകത്ത് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് സുഹൈൽ എന്ന് പറഞ്ഞിട്ട്, സുഹൈൽ എഡിറ്ററും ആണ്. അപ്പൊ ഈ എഡിറ്റിങ്ങിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനം മാത്രമേ പുള്ളിക്ക് എടുക്കുള്ളൂ. അപ്പൊ എൻ്റെ അടുത്ത് ഇവിടെ ഇങ്ങോട്ട് തിരിയൂ എന്ന് പറയാം. അപ്പൊ ഞാൻ അങ്ങോട്ട് തിരിയും. പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ അത് ഫുൾ ക്രെഡിറ്റ് സുഹൈലിനാ. എന്നോട് അങ്ങോട്ട് തിരിയാൻ പറയാം. അപ്പൊ ഞാൻ അങ്ങോട്ട് തിരിയും, അത് മതി എന്ന് പറയാം. മുഖത്തെ ഇമോഷൻസ് ഒക്കെ ഒരു വീട് കാണുമ്പോ അയ്യോ ജനിച്ച് വളർന്ന വീട് അതൊക്കെ പുറകീന്ന് വിളിച്ച് പറയണതാ. നോക്ക് മറ്റേ വീഡിയോ നമ്മൾ BTS എടുത്ത് മൊത്തം പ്രശ്നമായിരിക്കും. അതിലെവിടെയെങ്കിലും ഒരു ഭദ്ര ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നോ? ലൈക്ക് ആ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു കുറച്ചൊക്കെ ഉണ്ടല്ലേ. അതുകൊണ്ടായിരിക്കും കുറച്ചൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്റെ ചേച്ചി എന്താ പറയാ കുറെ നാള് എന്നിൽ നിന്ന് അകന്ന് ജീവിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ചേച്ചി ഞാൻ 8th പഠിക്കുന്ന സമയത്ത് ചേച്ചി പഠിക്കാൻ പോയതാ, പിന്നെ ചേച്ചി കിട്ടിയിട്ടേ ഇല്ല. അപ്പൊ ആ ഒരു വിഷമമൊക്കെ ഞാൻ അതിലുണ്ട്. അപ്പൊ ആ ഒരു ഇതായിരിക്കാം എന്റെ മുഖത്തൊക്കെ ആ സിറ്റുവേഷൻ ഒക്കെ ഞാൻ ആലോചിച്ചിട്ടായിരിക്കും. അതെല്ലേ, അതുണ്ടാവുമല്ലോ. കാരണം നമുക്ക് ജസ്റ്റ് സിറ്റുവേഷൻ ആലോചിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഫേസിൽ അത്. എനിക്ക് ഏറ്റവും എന്താ പറയാ എന്റെ ഗുരുനാഥൻ തന്നെ പറയാം. ഞങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ്, പുള്ളി കൃഷ്ണകുമാർ എന്ന് പറയും. കൃഷ്ണകുമാർ അങ്കിള് സിത്താറിസ്റ്റാണ്. ദേവരാജൻ മാസ്റ്ററിന്റെ ഒക്കെ സിത്താർ വായിച്ചിരുന്ന ആളാണ്. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള മ്യൂസീഷ്യൻ അല്ലേ. പുള്ളി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഭദ്ര ഒരു രക്ഷയില്ലാത്ത പാട്ട്. ആ പാട്ടില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റിന്റെ അവിടെ നിന്ന് ആ വീട് ഇങ്ങനെ നോക്കണം. അത് ചിലപ്പോ മേ ബി അങ്കിളിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പഴയ വീടൊക്കെ തറവാടൊക്കെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പഴയ തറവാടേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഫീൽ വരും. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു അതിനാണ് മാർക്ക് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു അതെനിക്കല്ല മാർക്ക് തരേണ്ടത്. അല്ല, പുറകേന്ന് സംസാരിക്കുകയാണെങ്കിലും നമ്മൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ അങ്ങനെയൊക്കെ ചെയ്ത്. പിന്നെ അങ്ങനത്തെ ഒരു ഓഫേഴ്സ് വന്നിരുന്നോ? ലൈക്ക് ഭയങ്കര നല്ല അഭിനയം വിളിച്ചു. ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും ഇറക്കാൻ ഇതുവരെ സമയം കിട്ടിയില്ല. ഈ ഇൻഡി സോങ്സിലൊക്കെ നമുക്ക് ഭയങ്കര ഫ്രീഡം ആയിരിക്കും അല്ലേ മറ്റുള്ള സോങ്സ് കമ്പയർ ചെയ്യുമ്പോൾ? ഭീകര ഫ്രീഡം എന്ന് പറയണം. ഞാൻ പറയണേ വൻസ് അതിന്റെ കിക്ക് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമ്മള് താഴെ വെക്കില്ല. അതുകൊണ്ട് ഇപ്പൊ 2-3 പാട്ടൊക്കെ ഞാൻ കമ്പോസ് ചെയ്തു. ഇനിയിപ്പോ അതൊക്കെ പ്രൊഡക്ഷൻ നടക്കണു. ഓൾമോസ്റ്റ് വേഗം ഇറക്കണം എന്നുണ്ട്. ഒരു പാട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഈ പറഞ്ഞ മാതിരി വീഡിയോക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് ഞാൻ ആലോചിച്ചു. കൊറേ കേൾക്കണം. അപ്പൊ ഞാൻ തന്നെ ഇനി മുഖം കാണിച്ചാൽ മതിയെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. ബിക്കോസ് അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. ക്രിയേറ്റീവ് സ്പേസ് കിട്ടുന്നതിന്റെ അല്ല, ഒരു കമ്പോസറിന്റെ എന്താ പറയാ അദ്ദേഹത്തിന് അതാണ് വേണ്ടത്. അത് ആ പാട്ടില് അത് മതി എന്ന് അദ്ദേഹത്തിനും അത് മതിയെങ്കിൽ നമ്മൾ അത് പാടിക്കൊടുത്താൽ മതി. അത് അത്രയും എന്താ പറയാ ക്ലാരിറ്റി ഉള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എനിക്കിത് മതി. 1 ടേക്കിലൊക്കെ ഞാൻ എടുത്തിട്ട് എഴുന്നേറ്റ് കൈയടിച്ചിട്ടുണ്ടോ. പക്ഷെ അങ്ങനെ എൻ്റെ ഉള്ളിന്ന് വരണ പാട്ടായിരിക്കണം. ഇങ്ങനത്തെ കമ്പോസിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും എന്നെ ടച്ച് ചെയ്യാനായിട്ട് ആ പാട്ടിന്. അങ്ങനെയുള്ള പാട്ടുകൾ അങ്ങനെ വരിക ഒറ്റ ടേക്കിലൊക്കെ. ഹസ്ബൻഡിന് ഫേവറേറ്റ് സോങ് ഓഫ് യുവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? ഞാൻ ഇതൊരു ആക്ച്വലി ചോദിച്ചിട്ടില്ല. ഈ പാട്ട് എൻ്റെ മോള് നന്നായിട്ട് പാടും. അപ്പൊ ഈ പാട്ട് എൻ്റെ ചേച്ചിയാണ് എൻ്റെ മോൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുത്തത്. അപ്പൊ അവളാണ് ഇത് ആദ്യം പഠിക്കുന്നത്. എന്നിട്ട് അവളാണ് എന്നെ പഠിപ്പിച്ചത് ഈ പാട്ട്. എന്നെ എപ്പോഴും കറക്റ്റ് ചെയ്യണത് അവളാ.